മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയങ്കനായ ഒരു നടനായിരുന്നു മുകേഷ്. എന്നാൽ ഇപ്പോൾ മുകേഷിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ആരാധകർക്ക് അറുപ്പും വെറുപ്പും തോന്നുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ മുകേഷിനെക്കുറിച്ച് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ലൈംഗിക പീഡന പരാതിയിൽ നടനും MLAയുമായ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുകയും അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്തിരുന്നു. മുകേഷിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്നും ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞു വന്നുവെന്നാണ് അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ അന്ന് പറഞ്ഞിരുന്നത്. അന്ന് ആലുവ സ്വദേശിയായ നടി 2024 ഓഗസ്റ്റ് 29-നാണ് മുകേഷിനെതിരെ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 30-ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു, അമ്മയിൽ അംഗത്വം നൽകാമെന്നും ഉറപ്പ് നൽകിയും തന്നെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് മുകേഷ് MLAയ്ക്കെതിരായി നൽകിയ പരാതിയിലുണ്ടായിരുന്നത്. സംഭവത്തിന്റെ കാലപ്പഴക്കം കേസിൽ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇമെയിൽ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റുകളും കോൾ റെക്കോർഡുകളും പരാതിക്കാരുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതിന്റെ സാഹചര്യ തെളിവുകളും ഇവരെ ഒരുമിച്ച് കണ്ട സാക്ഷികളും മൊഴികളും ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ മുകേഷിന്റെ പഴയ ഒരു ഫോൺ കോളിന്റെ സംഭാഷണ ക്ലിപ്പുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അശ്വതി എന്നോ മറ്റോ പറയുന്ന പെൺകുട്ടിയുമായിട്ടാണ് മുകേഷ് പൈങ്കിളി സംഭാഷണം നടത്തുന്നത്. "ഞാൻ ആഹാരം കഴിക്കാതെ കാത്തിരിക്കുകയാണ് മുകേഷേട്ടാ" എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. പെണ്ണുങ്ങളോടുള്ള മുകേഷിന്റെ സംസാര രീതിയെക്കുറിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ. ഫോൺ സംഭാഷണത്തിൽ നട്ടപ്പാതിരക്ക് വിളിച്ച് ആ സ്ത്രീയോട് "ഇന്നലെ ഫോൺ എടുത്തില്ലല്ലോ, ഞാനിപ്പോൾ വീഡിയോ കോൾ ചെയ്യട്ടെ" എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ ആ സ്ത്രീയാവട്ടെ "ഇവിടെ ഇപ്പോൾ ആളുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം" എന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ്. ഏതായാലും ആ സമയത്ത് ആ സ്ത്രീയുടെ അടുത്ത് മറ്റൊരാളുണ്ട്, അയാൾ പോയിട്ട് വേണം മുകേഷേട്ടനെ വിളിക്കാൻ എന്നൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകളുള്ളത്. ഏതായാലും വളരെ മോശമായി പോയി. വല്ലാത്ത MLA തന്നെ. ഇങ്ങേർക്ക് വയസ്സായില്ലേ, ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചൂടെ? മുകേഷ് പണ്ടേ കാമഭ്രാന്തനാണ് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് അങ്ങേർക്കും ആ സ്ത്രീക്കും ഒരു കുഴപ്പവുമില്ല, പിന്നെ നിങ്ങൾക്കാണോ കുഴപ്പം എന്നൊക്കെ രീതിയിലുള്ള പോസിറ്റീവ് കമന്റായിട്ട് മറ്റുള്ളവർ പറയുന്നുമുണ്ട്. എന്നാൽ ഈ ഫോൺ സംഭാഷണം കേട്ടതിന് പിന്നാലെ നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുകേഷിനോടുള്ള മതിപ്പൊക്കെ എല്ലാവർക്കും പൂർണ്ണമായും പോയിക്കഴിഞ്ഞു.